അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്ന് കേൾക്കുന്നു. മാത്രമല്ല രാഹുൽ വരുത്തിവെച്ച നാണക്കേടുകൾക്കൊക്കെ ഒരു പകരം വയ്ക്കാനായി ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു വനിതയെയും കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ? പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. യെസ്. ഈ രാഹുലിന്റെ കയ്യിൽ പിന്നെ അബിനെ പഴിക്കുന്നത് എന്താണ്? അബിനെ കട്ടപ്പ എന്നൊക്കെയുള്ള രീതിയിൽ, അബിൻ കട്ടപ്പ എന്നുള്ള രീതിയിൽ, പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള രീതിയിൽ ട്രോളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ആരാണ് പടച്ചു വിടുന്നത് എന്നൊക്കെ ഉള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. സന്ദീപ് ജി പിരിന്ന് മാറി. സന്ദീപ് ജി ഇപ്പൊ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് എല്ലാം നീ വന്ന് കാലെടുത്ത് കുത്തി പാലക്കാടേ കൊണ്ടുപോയി. അതായത് ഇപ്പൊ രാഹുലിനെ ചതിച്ച ഒരാൾ എന്നുള്ള ഒരു പേര് പോലും ഇദ്ദേഹത്തിനില്ല. അതുപോലെ അബിൻ വർക്കി അടിച്ചുകൊണ്ട് പോയി. അപ്പം അത്രമാത്രം അപ്രസക്തനായിട്ട് സന്ദീപ് ജി മാറി എന്നുള്ളതാണ്. എന്തായാലും ക്ഷമിക്കണം, ഇപ്പോൾ ഈ അബിനെ പറ്റിയാണ് ചർച്ച നടക്കുന്നത്. അതായത് അബിൻ ചതിയനാക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി എത്താതിരിക്കാൻ ഷാഫിയും കൂട്ടരും നടത്തുന്ന ചെറ്റത്തരമാണ്. ഇതൊന്നും ആർക്കും മനസ്സിലാകരുത് എന്നൊരു സോഷ്യൽ മീഡിയയിൽ തന്നെ മറുവാദങ്ങളും വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൽ എന്തായാലും പോര് മുറുകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ഇടത്ത് നിറഞ്ഞത് അബിൻ കട്ടപ്പയാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ ഷാഫി ടീം ആണെന്ന് യുവജന വിഭാഗത്തിൽ ഒരു അഭിപ്രായമുണ്ട്. രാഹുൽ തനി രാഷ്ട്രീയ മാലിന്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അഭിപ്രായം പറയുന്നതാണ്. രാഹുൽ തനി രാഷ്ട്രീയ മാലിന്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആ വിഴുപ്പ് പാർട്ടി ചുമക്കേണ്ട ആവശ്യമില്ല. കട്ടപ്പയുടെ കുപ്പായം ചേരുന്നത് രാഹുലിനും ഷാഫിക്കുമാണെന്നും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നത് ഇരുവരും ആണെന്നും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ അടക്കം പറച്ചിലുകൾ വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വേറൊരാളെ പരിഗണിച്ചാൽ താനും തൻ്റെ 40 പേരും, അതായത് ഞാനും എൻ്റെ ആളും 40 പേരും കൂടെ രാജിവെക്കുമെന്നാണ് അബിൻ വർക്കി പറയുന്നത്. ഇത് വേറൊരാളെ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആണല്ലോ. വേറൊരാളെ പ്രഖ്യാപിച്ചാൽ ഞാനും എൻ്റെ ആളും 40 പേരും ഞാനും എൻ്റെ ആളും 40 പേരും രാജിവെക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് യൂത്ത് കോൺഗ്രസിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിനു ചുള്ളിയലിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ആരുടെ ശ്രമം? KC വേണുഗോപാലിന്റെ ശ്രമം. അത് സൈഡിൽ കൂടെ ആ ശ്രമമുണ്ട്. ഒരു സൈഡിൽ കൂടെ KC വലിക്കണ്, ഇപ്പുറത്തിരുന്ന് ഷാപ്പി വലിക്കണ്, നടുക്കിരുന്ന് ചെന്നിത്തല വലിക്കണ്, മുകളിലിരുന്ന് സതീശ, മൊത്തം വലി. എന്തായാലും വലിച്ച അവസ്ഥയിലാണ് എല്ലാവരും. എന്തായാലും ഇപ്പൊ വലിച്ചിരിക്കണ ആർക്കറിയാം? രാഹുൽ മാക്കൂട്ടത്തി വലിച്ചിരിക്കും. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ വിനു ചുള്ളിയലിനെ ഇദ്ദേഹം നിർദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരാതി. ഇപ്പൊ നിർദ്ദേശിച്ചപ്പം അതും ഒരു പരാതിയാണ്. എന്താണ് അവരുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവും. മൊത്തത്തിൽ കിളി പോയെന്ന് വെച്ചാ ഓരോ ദിവസവും രാഹുലിന്റെ പെണ്ണ് കേസ്, ഇവിടെ തിരുമ്പ അടുത്ത പെണ്ണ് വരും, അവിടെ തിരുമ്പ അടുത്ത പെണ്ണ്. ഇത് കേൾക്കണോ? ഇതില് മറ്റേ വന്ദനം സിനിമയിലെ അവസ്ഥ പോലെയാണ്. അവര് മുകേഷ് ഇങ്ങനെ പറയത്തില്ലേ, ഇദ്ദേഹത്തിന് തന്നെ അറിയാത്തവരൊക്കെ കണ്ടില്ല, അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയാണ്. അതായത് അഭിജിത്തിനെ ആക്കണമെന്ന് ഗ്രൂപ്പുകാരുടെ ആവശ്യം ഉണ്ട്. തൻ്റെ അളിയനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കണമെന്നാണ് ഷാഫി പറമ്പിലിൻ്റെ ആവശ്യം. അപ്പം JS അഖിൽ അടക്കമുള്ള പേരുകളും ചില നേതാക്കൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വനിതയെ സംസ്ഥാന അധ്യക്ഷയാക്കി, ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള നാണക്കേട് പരിഹരിക്കാനായിട്ട് ഒരു വനിതയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ഒരു കൂട്ടം നേതാക്കളുടെ ആവശ്യമുണ്ട്. എല്ലാം കൊണ്ടും കലങ്ങി മറിയുകയാണ് യൂത്ത് കോൺഗ്രസ്. കഴിവും സമരവീര്യവും സംഘടനാ മുഖവും ഒന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഇത്തവണ പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും ഉയർന്ന ചോദ്യം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമനായെങ്കിലും യഥാർത്ഥ വിജയ് അബിൻ വർക്കിയാണെന്ന് അന്ന് പറഞ്ഞവരുണ്ട്. അവരും ഇപ്പോൾ കളം മാറുന്നുണ്ട്. കാരണം ഗ്രൂപ്പാണ് മുഖ്യം കോൺഗ്രസിൽ. സമാനതകളില്ലാത്ത വീറും വാശിയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്. ഉമ്മൻചാണ്ടി തരംഗവും ആ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരുന്നു. ഷാഫി പറമ്പിൽ തന്റെ പിൻഗാമിയായി അടൂരുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്നാണ് അവതരിപ്പിക്കുന്നത്. അന്നത്തെ സംഘടനാ സംവിധാനവും അങ്ങനെ മാങ്കൂട്ടത്തിനൊപ്പമായി. എന്നിട്ടും അബിൻ വർക്കി പോരാടി. രമേശ് ചെന്നിത്തലയുടെ മാത്രം പിന്തുണയിൽ 1.5 ലക്ഷത്തിന്റെ വോട്ട് നേടി. മത്സരിച്ച 11 പേരെയും ബഹുദൂരം പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടും പോലീസ് എടുത്ത കള്ളവോട്ട് കേസിൽ രാഹുലിനെ തള്ളി പറഞ്ഞില്ല അബിൻ. അപ്പൊ ഇതൊക്കെ ഒരു യോഗ്യതയായിട്ടാണ് ഇപ്പോൾ ഒരു പറയുന്നത്. അത് പാർട്ടി തള്ളിപ്പറയാത്തത് നല്ല കാര്യം തന്നെയാണ്. അതായത് തനിക്ക് എന്റെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു കുടുംബ പാരമ്പര്യം, അതായത് അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ
ചാനൽ ചർച്ചകളിലൂടെ വന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം നേടിയ വളർച്ച എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ 11 വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഉള്ള ഒരു വളർച്ചയാണ്. ശുക്രനും വ്യാഴം ഒരുമിച്ച് വന്ന്, പക്ഷെ ശനി പിന്നെ ഇന്ന് കുത്തുകയും ചെയ്തു. ശനി പിന്നെ ഇന്ന് കുത്തി. ഇനി എഴുന്നേക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയും കൂടെ ആയതുകൊണ്ട്. CPM-ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇതാണ് അവരുടെ യോഗ്യത. ഇത് ഇങ്ങനൊരു കേസ് വരുമ്പോഴാണ് ഇപ്പോഴാണ് അനിയ നീ CPM-കാരനായത് എന്ന് അവർ പറയുമായിരുന്നു. അതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അവര് ഇവിടെ ഒരു കുത്താൻ ഇനി ഇദ്ദേഹത്തിന്റെ അറിയില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം സംശയമാണ്. ഈ പറയുന്ന വി ഡി സതീശൻ മാധ്യമ രംഗത്ത് ഉള്ളതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ പണി കിട്ടും, പിടിച്ചിരിക്കാൻ കഴിയും. അതല്ല, ഈ വി ഡി സതീശനാണ് ഇപ്പൊ വി ഡി സതീശൻ ചില മാധ്യമ പ്രവർത്തകർ പറയും നിന്നെ ഞാൻ മറ്റവളെ തകർത്തിട്ട് നിന്നെ ഞാൻ ഉന്നതിയിലെത്തിക്കും എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോ അത് രാഹുലിന്റെ ഗുണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു കൂട്ടം കട്ടപ്പ എന്ന് വിളിച്ച് ആക്ഷേപം ചൊരിഞ്ഞ അബിൻ വർക്കിയെ വെട്ടിയൊതുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വെട്ടിയൊതുക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് അറിയാലോ. മനസ്സിലായി. അതാണ്. അപ്പോ അതൊക്കെ അങ്ങ് പറമ്പിൽ നടക്കേയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ നടക്കില്ല. പറമ്പിൽ പോയി കളച്ച് അതും ക്രിസ്ത്യാനിയാണെന്ന് ന്യായം പറഞ്ഞാണ് ഇവരുടെ അടുത്ത്. അബിൻ വർക്കി ക്രിസ്ത്യാനി. അപ്പോ ക്രിസ്ത്യാനികൾക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവാൻ പാടില്ല. അതായത് NSU-വിലും യൂത്ത് കോൺഗ്രസിൽ ഒരേ സമയം ഒരേ പദവികൾ വഹിച്ചിട്ടുള്ള സുഹൃത്തുക്കളാണ് രാഹുലും അബിൻ വർക്കിയും. ചാനൽ ചർച്ചകളിലൂടെ ഏറെ പരിചിതമായ മുഖങ്ങൾ ആയിരുന്നു ഇവർ തമ്മിലുള്ള. അപ്പോൾ കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് അധിഷ്ഠാനത്തേക്ക് മത്സരിച്ച OJ ജനീഷ്, വിഷ്ണു സുനിൽ, KA അബിദലി, ST അനീഷ്, T അനുരാജ്, ഹരിത ബാബു, VP ദുൽക്കിഫിൽ, ജാസ്, നളിൻ പോത്തൻ, SJ പ്രേംരാജ്, VK ഷിബ്ന, ഇതൊക്കെ മത്സരിച്ചവരാ. വൈശാഖ്, വീണ എസ് നായർ അല്ലല്ല എന്നീ 12 പേർ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. തോറ്റുപോയവരാണ്. തോറ്റുപോയവരെ ചരിത്രം ഓർമ്മിക്കില്ല എന്ന് കരുതില്ലേ. ഇതിൽ പക്ഷേ വീണ എസ് നായർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് അബിൻ വർക്കി. KC ദേശീയ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ DYFIക്കാരുടെ മാർച്ച് ഉണ്ടായിരുന്നു വി ഡി സതീശന്റെ വീട്ടിലേക്ക്. അപ്പൊ വി ഡി സതീശൻ പൊതിച്ചോറ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പത്രമില്ലേ, രാഹുൽ രാജി, അത് പൊതിച്ചോറ് കെട്ടി പൊതിച്ചോറ് വിതരണം നടത്തി. അതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ പത്രം, അന്നത്തെ ദിവസത്തെ പത്രമാണ് അവർ പൊതിച്ചോറിനെടുത്തത്. അപ്പൊ അവർക്ക് തന്നെ നല്ല ധാരണയുണ്ട് ഈ പത്രത്തിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്. എന്തായാലും ഈ വി ഡി സതീശന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. വി ഡി സതീശൻ പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ ക്ലിഫ് ഹൗസിലേക്ക് പോകും, കാരണം അവിടെയാണ് കുറേ പേരുള്ളത്. നിങ്ങൾക്ക് മാർച്ച് നടത്തി അങ്ങോട്ട് മാർച്ച് നടത്താൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. BJP അതുപോലെ നല്ലപോലെ കുടഞ്ഞിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു സ്ത്രീപീഡന കേസിൽ വന്നിട്ട് അവരെ മാക്സിമം സംരക്ഷിക്കാൻ പോകും. അപ്പോൾ നിങ്ങളൊന്നും വന്ന് നമുക്ക് ക്ലാസ് എടുക്കേണ്ടെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നടപടി എടുക്കാറുണ്ട്. ഇപ്പോൾ KSUവിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ക്ഷമിക്കണം, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒരു പരാതി വന്നിട്ടില്ല. ഒരു കേസ് അത്തരത്തിൽ ഒരു ക്രിമിനൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രാജിവെക്കുന്ന കാര്യം ആലോചിക്കാം. ഇപ്പോൾ എന്തിനാണ് ഒരു പരാതിയും വന്നിട്ടില്ല. ഈ സ്ത്രീകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പോര് മുറുകുകയാണ്. അബിൻ വർക്കിയിലേക്ക് തന്നെയാണ് പോകുന്നത്.